ഇന്ന് നമുക്കൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയാലും. എന്ത് ചെയ്യുന്ന ഒരു അന്തമൊന്നും ഇല്ലാണ്ട് ഇരിക്കണ ഏർപ്പാട്ടാണ് സംഭവം. ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് മീഷോ എന്നാണ്. ഓൺലൈൻ സൈറ്റിൽ നിന്ന് ചോദിച്ചപ്പോൾ ഒടുക്കത്തെ വില. ഈ ഒരു സാധനം ഞാൻ ഓൺലൈൻ സൈറ്റിൽ ചോദിച്ചപ്പോൾ ഒരു പീസിന് നല്ല റേറ്റാണ് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ മീഷോയിൽ അത്യാവശ്യം റേറ്റ് കുറവിൽ സാധനം കിടക്കണുണ്ട്. അപ്പോൾ ഞാനതങ്ങ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളിത് ഈ ചെയിൻ വെച്ചിട്ട് ഒരു മാലയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഞാനതിൻ്റെ കഴുത്തിൻ്റെ ഒരു അളവിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ വൈറ്റ് സ്റ്റോൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സിൽവർ കളറിലുള്ള റിങ്സും ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ അസ്മർ വീഡിയോസിൽ ഇങ്ങനെ കാണാറ് ക്ലീ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുലിക്കുമ്പോൾ സൗണ്ട് വരുന്നതും ഇൻസ്റ്റയിൽ ഞാനത് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളുന്നില്ലെങ്കിലും എനിക്ക് കൊള്ളാം. അങ്ങനെ നമ്മൾ സാമഗ്രികളൊക്കെ എടുത്ത് നമ്മൾ പണിയെ ആരംഭിക്കുകയാണ്. സംഭവം ഞാൻ കുണ്ടൻ സ്റ്റോൺസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ ഭംഗി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്. ഈ കട്ട് ചെയ്യണ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞാൻ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. ഡിപ്പാശ് അടക്കം ഫുൾ ഞാനൊരു മീഷോക്കാർ സത്യം പറഞ്ഞാൽ എന്നെ ഒരു ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റണം. കാരണം ഞാൻ എല്ലാവിധ സാധനങ്ങളും ഞാൻ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്യാറ്. ഇത് ഞാൻ ബാക്കിൽ ഒട്ടിക്കുന്ന ബാക്ക് സ്ട്രിപ്പായിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് വേറെ എന്തൊക്കെയോ ആയിരുന്നു. പക്ഷേ ഒടുവിൽ ഞാനിത് തപ്പി എൻ്റെ കയ്യിൽ ഇത് തന്നെ വന്നു. എനിക്ക് തോന്നുന്നത് ഇതുപോലത്തെ 6 പീസിന് എനിക്ക് വെറും 150 അങ്ങോട്ട് ആയിട്ടുള്ളൂ കേട്ടോ. ഇന്നും പുതിയൊരു സിസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ മാല മേക്കിങ്ങിലേക്ക് കിടക്കാണ്. ഞാൻ ഇയറിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാനുള്ളൂ. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഓർഡറിൽ കിട്ടുമ്പോൾ മാത്രം ഉണ്ടാക്കിയാലും മതിയല്ലോ, വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് പിങ്ക്, ഗ്രീൻ അങ്ങനത്തെ ഒരു 3-4 ഷെയ്ഡ്സ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാലയൊക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. കമ്മൽ ജസ്റ്റ് ഞാൻ അതൊന്നും ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. കമ്മൽ അത് ബാക്കിൽ അതിൻ്റെ പിന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. വെറുതെ ഒരു ഫോട്ടോഷൂട്ടിന് എങ്ങനെയുണ്ടപ്പോൾ ഇത് ഞാൻ എൻ്റെ കഴുത്തിലൊന്നും ഇട്ട് കാണിച്ചേ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഇത്ര ആയിരുന്നില്ല. ഞാനത് ഇൻസ്റ്റയിലേക്ക് വേണ്ടി അത് കോപ്പി ചെയ്തപ്പോൾ പിന്നെ ഇത് ഇത്രേ കാണുന്നുള്ളൂ. പിന്നെ എനിക്ക് ഒറിജിനൽ വീഡിയോ ഇട്ട് കിട്ടണില്ല. അതാണ് ഞാൻ കമ്മൽ വെച്ചിട്ട് വെറുതെ ഒന്ന് വെക്കണം. എൻ്റെ ഒരു പോർഷൻ ഇല്ല, കഴുത്തിൽ മാല കിടക്കണ പോർഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എന്തായാലും ഞാൻ അതിൻ്റെ ഫോട്ടോ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ആ പെയർ അതിൻ്റെ കമ്മൽ വരുന്നതും എങ്ങനെ ഇത് നമുക്ക് ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലൈഡുകൾ, കുഞ്ഞുള്ള ക്ലിപ്പ് അതൊക്കെ ഈ ഒരു ലോക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് DM ടു ഓർഡർ. അപ്പം ചാ കണ്ട കമ്മൽ വയ്ക്കുമ്പോൾ ഞാൻ സംഭവം എൻ്റെ മുഖത്ത് കാണുന്നില്ല. എന്തായാലും മാല പൊരിച്ചില്ലേ. ഇനി ഇങ്ങനത്തെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം.